നമസ്കാരം. മറ്റൊരു ശിവ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പരമശിവനുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്നതാണ്. എന്നാൽ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഭഗവാന് മുന്നിൽ നിങ്ങൾ വച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾ അതും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയം നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ സഫലമായി തീരും. അപ്പോൾ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് മനസ്സ് ശാന്തമായി നെഗറ്റീവായ ഊർജങ്ങൾ, ചിന്തകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കണം. ഇത് ഭഗവാന്റെ ഇടപെടൽ തന്നെയാണ്. കാരണം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ദിശ തന്നെ മാറുവാൻ സാധിക്കുന്നു. അതിന് സഹായകരമായതും അത്രമേൽ ശക്തവുമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ കാത്തു നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ അശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ആ കാര്യങ്ങളെ നിഗമനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതിനാലോ അശ്രദ്ധയാലോ ശ്രദ്ധക്കുറവിനാലോ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുന്നു. അത്തരത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരേണ്ടതും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുമായ ചില കാര്യങ്ങളെക്കുറിച്ചും ഭഗവാൻ മുന്നറിയിപ്പായി നൽകുന്നു എന്നുള്ളതാണ്. ഇത് വെറുമൊരു വീഡിയോ ആയി മാത്രം നിങ്ങൾ കാണാൻ പാടുള്ളതല്ല. തീർച്ചയായും ഇത്രയധികം വ്യക്തികൾക്കിടയിൽ നിന്നും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നതും നിങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നതും ഭാഗ്യമായി തന്നെ കണക്കാക്കണം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ നിമിഷത്തിന്റെ പ്രാധാന്യം, ഈ ഒരു സമയത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നാളെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേട്ടതുകൊണ്ട് പ്രയോജനമുണ്ടായി എന്ന് വരുന്നതല്ല. കാരണം കൃത്യമായ സമയത്താണ് ഇത് ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കാണുന്നു. ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പൂർണ്ണത അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും വിധം പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അത് നിങ്ങളിൽ തുടരുന്നില്ല എന്ന് കാണുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശൂന്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. ഭഗവാൻ പലപ്പോഴായി പലവിധ സൂചനകൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായി കാണുന്നു. അവയിൽ ചിലത് നിങ്ങൾ അവഗണിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. തീർച്ചയായും ചില വ്യക്തികൾ നിങ്ങളെ വേട്ടയാടുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ എന്താണോ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആ ശത്രു ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ഭയക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നതാണ് വാസ്തവം. സൂക്ഷ്മമായി നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശത്രു ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് എതിരായി ഭവിക്കുന്ന സാഹചര്യമുണ്ട്. അവർ സ്നേഹത്തിന്റെ പാതയിലൂടെ പോലും മുന്നോട്ട് പോയി നിങ്ങളെ പല രീതിയിലും തെറ്റായ വഴികളിലൂടെ നയിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രലോഭനങ്ങൾ പലപ്പോഴും നിങ്ങൾ വീണു പോകുന്ന സാഹചര്യമുണ്ട്. അത് ആ സമയം നിങ്ങൾക്കത് അത്തരത്തിൽ തോന്നണം എന്നില്ല. പിന്നീട് ചിന്തിക്കുമ്പോൾ അത് തെറ്റായിരുന്നു, അതുമൂലം ദോഷമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമായി, അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ പോലും നിങ്ങളിൽ നിന്നും നഷ്ടമായി എന്നത് വാസ്തവം തന്നെയാണ്.
എന്നാൽ ഇനിയും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത് തുടരാൻ പാടുള്ളതല്ല. ഭഗവാന്റെ അനുഗ്രഹം അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാൻ പലപ്പോഴായി നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നതായ സൂചനകൾ പല അവസരങ്ങളിലും നിങ്ങൾ അവഗണിച്ചു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ബഹളങ്ങൾക്കിടയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ളതായ വാക്കുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് എതിരായി വന്നിട്ടുള്ളതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം ദൈവാംശമായ ആത്മാവ് ഉണർന്നിരിക്കുന്നതായ സമയം തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായും എന്തുകൊണ്ടാണോ നിങ്ങൾ പരാജയപ്പെടുന്നത് അത് കൃത്യമായ മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു സാഹചര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുവാനും കൂടാതെ ഈ സമയം കൂടുതൽ സുരക്ഷിതത്വം നിങ്ങളിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലാണ്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ശത്രുക്കൾ പുറത്തേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ആ സുരക്ഷിതത്വത്തിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾക്കായി ഭഗവാൻ നൽകുന്നതായ അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കണം എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിനക്ക് മുൻപിൽ വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ അത് അടയും മുൻപ് തന്നെ നീ അതിലൂടെ രക്ഷപ്പെടേണ്ടതാണ്. ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അവസരത്തെക്കുറിച്ച് തന്നെയാണ് ഭഗവാൻ പരാമർശിച്ചിട്ടുള്ളത്. ഈ സമയം പല സംശയങ്ങൾ മനസ്സിലുണ്ട്. ഈ സംശയത്തോടെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ സാധ്യമല്ല. അതിനാൽ തീർച്ചയായും നീ മനസ്സുകൊണ്ട് ശുദ്ധമായിരിക്കണം. നെഗറ്റീവായ ചിന്തകൾ എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന് കാണുന്നു. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ അത് പാടുള്ളതല്ല. നിയന്ത്രിക്കേണ്ടതായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള നിന്റെ ശ്രമങ്ങൾ അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതാണ്. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾ ഭഗവാന് മുൻപിൽ ഏൽപ്പിക്കേണ്ടതാണ്, സമർപ്പിക്കേണ്ടതാണ്. ഭഗവാന്റെ കൈകളിൽ അത് നിങ്ങൾ ഏൽപ്പിക്കുക. കൂടാതെ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ്, ദൈവാംശമായ ആത്മാവ് ഭഗവാന്റെ ഇച്ഛപ്രകാരം പറയുന്നതായ ചില കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ മുന്നോട്ടുള്ള ചുവടുവയ്പ്പിന് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ആ അനുഗ്രഹം നിങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ഇത്രയും കാലം അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ നീ ചെയ്യാൻ മടിച്ചിട്ടുള്ളതായ ചില പ്രവൃത്തികൾ അതിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, ഈ ചുവടുവയ്പ്പുകൾ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നതായ ഈ സന്ദേശം മൂലമുള്ള ചുവടുവയ്പ്പുകൾ അത് വളരെയധികം മികച്ചതായി മാറുകയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായി മാറുകയും ചെയ്യാം. നിങ്ങളെ അടിമുടി മാറ്റുവാനുള്ള ഒരു അവസരം തന്നെയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഭയത്തോടെയുള്ള ആ പോക്ക് അല്ലെങ്കിൽ ഭയത്തോടെയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ഇട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പല കാര്യങ്ങളും ഭഗവാൻ തന്നെ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. കൂടാതെ നിങ്ങളുടെ ശത്രു അത്രമേൽ ഊർജത്തോടെ നിൽക്കുന്നതായ സാഹചര്യത്തിൽ ആ ശത്രുവിന്റെ ഊർജത്തിലുണ്ടാകുന്ന നഷ്ടം അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാണ്. അവസാനമായ പല തന്ത്രങ്ങളും അവർ നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾ അതിൽ വീണു പോകുവാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെയാണ് ഭഗവാൻ ആ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം അത്തരം
അവരുടെ പ്രലോഭനങ്ങളിലോ വാക്കുകളിലോ വഞ്ചിതരാകാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. കാരണം ചിന്തകളിലൂടെയും ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിലൂടെയും ഏത് കാര്യത്തെയും കൃത്യമായി സമീപിക്കുവാൻ സാധിക്കുകയും ചതികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈശ്വരാനുഗ്രഹം അത് മങ്ങിപ്പോകാൻ നിങ്ങൾ അനുവദിക്കാൻ പാടുള്ളതല്ല. അതിനാൽ ഭഗവാനെ ആരാധിച്ച് അത് ജ്വലിപ്പിച്ച് നിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ മുന്നറിയിപ്പും മാർഗങ്ങളും പരാമർശിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും നിങ്ങൾക്ക് സംശയം പാടില്ല എന്ന കാര്യം ഓർക്കുക. ഭഗവാൻ നൽകിയിരിക്കുന്നതായ വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് നടക്കേണ്ടത് അനിവാര്യമാണ്. ആ വഴി നിങ്ങളെ എത്തിക്കുന്നത് വിജയത്തിലേക്കായിരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കൊടുങ്കാറ്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നത് വാസ്തവമാണ്. അതിലെല്ലാം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ശക്തി മാത്രമല്ല, അത് ഭഗവാന്റെ ശക്തി കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഭഗവാന്റെ ഒരു അംശം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് പുതിയൊരു അവസരവും ഒരു ചിന്തകളും കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പല കാര്യങ്ങളെയും അതിജീവിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങളുടെ ഭാവി തന്നെ ഭഗവാൻ മാറ്റിയെഴുതുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ കണ്ണീരിന് ഒരു അവസാനം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. പല വിജയഗാഥകളും ആരംഭിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാകും. കാരണം എപ്പോഴും ദുഃഖിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. സന്തോഷവും കടന്നു വരും. അത് ഭഗവാന്റെ ഇച്ഛപ്രകാരം കടന്നു വരുന്ന കാര്യങ്ങളാണ്. ഈ സമയം ഹൃദയത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം, എഴുതി വെക്കണം. ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങൾ അത് നിങ്ങൾക്ക് അവസാനിക്കുവാനുള്ള അവസരവും ഒരു പുതിയ പ്രകാശം നിങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ തുറന്നു തരുന്ന സാഹചര്യവുമാണ് ജീവിതത്തിലുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതിന് അല്ലെങ്കിൽ ആ നീതിക്ക് ഒരു കാര്യമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് അനുകൂലമാക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളുടെ വേദനകൾ അത് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾ ഉള്ളിൽ തന്നെ ഒതുക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പല വിഷമതകളും ഉള്ളിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിരുന്ന വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പല വാക്കുകളും അത് വിഷം പുരട്ടിയ വാക്കുകൾ തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം. വഞ്ചന, അഹങ്കാരം, ഇത്തരം കാര്യങ്ങൾ അവർ നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ വാക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്നും പൊഴിഞ്ഞ ഓരോ കണ്ണീരിനും ഭഗവാൻ തന്നെ ചോദിക്കുന്ന സാഹചര്യമുണ്ടാകും. പലപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്തിയ പലരുമുണ്ട്, കുറ്റപ്പെടുത്തിയ വ്യക്തികളുണ്ട്. അവർ ഏകാന്തത എന്താണ് എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരും. പലരും നിങ്ങളെ പരിഹസിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും നിങ്ങളെ പരിഹാസ രൂപേണ സമീപിച്ചിരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ കണക്കാക്കിയിരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറും. ഈ സമയം നിങ്ങൾ ഉയരുമ്പോൾ അവർ അഹങ്കാരം മൂലം ഇരുട്ടിൽ വഴി തടയുന്നതായ അല്ലെങ്കിൽ വഴി തെറ്റി മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അവർക്ക് ലഭിക്കേണ്ടതായ പല വിജയങ്ങളും അവരിലേക്ക് വന്ന് ചേരണം എന്നില്ല. ഈ സമയം അവർ അല്ലെങ്കിൽ നിങ്ങളെ പുച്ഛത്തോടെ നോക്കിയത് ആരാണ് എങ്കിലും അവർക്ക് മുമ്പിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ വിജയങ്ങളിൽ തലയുയർത്തി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ അവർ ചെയ്തു പോയ പല തെറ്റുകൾ കൊണ്ടും
അവരുടെ തല കുനിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നീതിയാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിജയമാണ് എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഉറപ്പായി ലഭിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. നിങ്ങളുടെ മനോഹരമായ പല മുഖങ്ങളും അത് മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് പലരും മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നൊരു വിഷമം അവർക്ക് ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ അധികം വിഷമിക്കേണ്ടതായിട്ടില്ല. കാരണം ശോഭനമായ ചില കാര്യങ്ങൾ അത് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകും. അത് പൊള്ളയായ വാക്കുകളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ പലവിധ മാറ്റങ്ങളും സൃഷ്ടിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അത് ധനപരമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാന്തരീക്ഷവുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ടോ ആകാം. ഒരു പരിവർത്തനത്തിന്റെ തുടക്കമായി തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വന്നു ചേരാം. അത് ആത്മാവിലൂടെ, ദൈവാംശമായ ആത്മാവിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവനത്തിലേക്ക്, വീടുകളിലേക്ക് വന്നു ചേരാം. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ നിങ്ങളുടെ സ്വീകാര്യത, മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ബഹുമാനം നിങ്ങൾക്ക് തിരികെ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്ന, മനുഷ്യരെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരം വ്യക്തികളായ നിങ്ങളിലേക്ക് തീർച്ചയായും സത്യവും വിദ്യയും മനസ്സിലാക്കുവാനുള്ള, തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകും. അല്ലെങ്കിൽ അതൊരു ഉൾക്കാഴ്ചയായും നിങ്ങൾക്കത് പരാമർശിക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വിഷമിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളിൽ നിന്നും അകന്നു പോകേണ്ടതായ കാര്യങ്ങൾ തന്നെയാകാം. എന്നാൽ ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുക. അതിൻ്റെ ഇരട്ടിയായി നിങ്ങളിലേക്ക് പല കാര്യങ്ങളും കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അത്ഭുതമായി മാറുന്ന സാഹചര്യമുണ്ട്. അത് പലരും സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഭഗവാന്റെ അംഗീകാരമായി തന്നെ, നിങ്ങളുടെ വിജയമായി തന്നെ നിങ്ങൾക്കത് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളെ വേദനിപ്പിച്ച പല വ്യക്തികളും അവർ വീണു പോകുന്നതായ സാഹചര്യങ്ങളും ഉണ്ടായി എന്ന് വരാം. അതും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരാവുന്നതാണ്. പല കാര്യങ്ങളും മറ്റുള്ളവർ കണ്ട് അവരുടെ ഹൃദയം അസൂയയാൽ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും അവർ ഭയന്ന് വിറയ്ക്കുന്നതായ സാഹചര്യമുണ്ടായി എന്ന് വരാം. പല അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കാരണം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം നിങ്ങളിലേക്ക് ഉത്തരങ്ങൾ തന്നെയാണ് കടന്നു വരിക. പൂർണ്ണമായും ഭഗവാനെ വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.